വിധിയുടെ വിളയാട്ടം ഭാഗം 2. അവതരണം സജന സച്ചു. അതെ, അങ്ങനെ ഒരു കുടുംബമാണ് നമ്മുടെ നാണപ്പേട്ടൻ്റെയും രാജ്യമ്മയുടെയും 3 പെൺമക്കളും അടങ്ങിയ അവരുടെ വീട്. അത്രയേറെ സന്തോഷം കളിയാടിയിരുന്ന വീട്. എന്ത് രസമാണ് അവരുടെ ആ കുടുംബം കാണാൻ. നമ്മൾ ഓരോരുത്തരും നോക്കി നിന്ന് പോകും. അതിരാവിലെ തന്നെ നാണപ്പേട്ടനും രാജ്യമ്മയും പാടത്തെ പണിക്ക് പോകാൻ തയ്യാറെടുപ്പിലാണ്. പെട്ടെന്ന് തന്നെ രാജ്യമ്മ നീട്ടിയൊരു വിളി, എടി കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ. അകത്തു നിന്നും ഓടിയെത്തിയത് നമ്മുടെ പൂങ്കുഴലിയാണ്. അമ്മേ. കുഞ്ഞിപ്പെണ്ണ് ഉറക്കമെണീറ്റ ഉടനെ തന്നെ അപ്പുറത്ത് പുഴയ്ക്കടുത്ത് കിളികളുമായി കിന്നാരത്തിലാണ്. അടുത്ത് തന്നെ അച്ഛൻ്റെ ചോദ്യം, മരതകം എവിടെ മോളെ? ചേച്ചി അവിടെ തൊഴുത്തിലാണച്ചാ. അവിടെ കുറുമ്പി പശുവിന് കുറച്ച് വികൃതി കൂടുതലാണ്. ചേച്ചി അവളെ കുറുമ്പ് മാറ്റാനുള്ള പെടാ പാടില്ല. ശരി ശരി, നടക്കട്ടെ. പൈക്കളെ നോക്കാൻ നിനക്ക് കൂടെ അവളുടെ കൂടെ കൂടിക്കൂടെ പൂങ്കുഴലി? അച്ഛൻ്റെ വക ഉപദേശം. ഉടനെ അമ്മയുടെ വക ആജ്ഞാപനം. രാവിലെ തന്നെ ആഹാരമെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. 3 ആളും കഴിക്കണം. മരതകത്തെ ബുദ്ധിമുട്ടിക്കാതെ നീ ഇരുന്ന് പഠിക്കാൻ നോക്കണം കേട്ടോ. ശരി അമ്മേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ മേൽ ഒരു കണ്ണുകൂടി വേണം. കണ്ണ് തപ്പിയാൽ അവൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു വെക്കും. ചേച്ചിക്കാണെങ്കിൽ എപ്പോഴും അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവൾക്കിവിടെ പിടിപ്പത് പണിയുള്ളതാണ്. ഞാൻ വാവയെ ശ്രദ്ധിച്ചോളാം അമ്മേ. അച്ഛനും അമ്മയും പോയി വരൂ. എന്നാലും ശരി, ഞങ്ങൾ ഇറങ്ങാണ്. ഉടനെ പൂങ്കുഴലി മരതകത്തെ തിരക്കാൻ തുടങ്ങി. ചേച്ചി, ചേച്ചി, ചേച്ചി. മരതകം അപ്പുറത്ത് തൊഴുത്തിനടുത്ത് നിന്ന്, എന്താടി പെണ്ണേ? ഒന്നുമില്ല, അമ്മയും അച്ഛനും പോയി കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ അപ്പുറത്തേക്ക് ചെല്ലേ, ഞാൻ ഇതൊന്ന് ഒതുക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടിയിട്ട് വരാം. ശരി ചേച്ചി. പൂങ്കുഴലി നേരെ അകത്തേക്ക് പോയി ഭക്ഷണമെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മരതകം നേരെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തേക്ക്. അവളാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. മരതകം കുഞ്ഞിപ്പെണ്ണിനെ കോരിയെടുത്തു. കള്ളക്കുട്ടി, വാ ഇവിടെ. കുറുമ്പ് കാണിച്ച് നടക്കാ നീ. ആഹാരമൊന്നും വേണ്ടേ നിനക്ക്? മരതകവും കുഞ്ഞിപ്പെണ്ണും വീട്ടിലേക്ക് നടന്നു. എന്നാൽ ഈ സമയം മരതകവും കുഞ്ഞിപ്പെണ്ണുമായുള്ള നിമിഷങ്ങൾ നോക്കി നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. അതിമനോഹരമായിരുന്നു അയാളെ കാണാൻ. അയാളുടെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. അതിൽ അയാൾ 2 ആളുടെയും ചിത്രങ്ങൾ പലതും പകർത്തിയിരുന്നു. എന്നാൽ കുഞ്ഞിപ്പെണ്ണും മരതകവും അറിഞ്ഞിരുന്നില്ല. മരതകം കുഞ്ഞിപ്പെണ്ണുമായി വീട്ടിലെത്തിയപ്പോൾ പൂങ്കുഴലി ആഹാരമെല്ലാം എടുത്തു വെച്ചിരുന്നു. നിങ്ങൾ എവിടെ ആയിരുന്നു? എനിക്ക് വിശന്നിട്ട് വയ്യ ചേച്ചി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, മരതകം പറഞ്ഞു. ഉടനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വക കുഞ്ഞു സ്വരത്തിൽ, നിന്നെ ഞാനെന്ന്. അങ്ങനെ അവർ സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുരുത്തക്കേടൊക്കെ കഴിഞ്ഞ് പൂങ്കുഴലി പഠിക്കാനുള്ള തയ്യാറെടുപ്പിലും മരതകം പാലും മറ്റു സാധനങ്ങളും ഒക്കെയായി നീൽ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴിയിൽ മരതകത്തെ ആരോ പിന്തുടർന്ന പോലെ അവൾക്ക് തോന്നി. അവൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും അവൾ ആരെയും അവിടെയെങ്കിലും കണ്ടിരുന്നില്ല. അങ്ങനെ അവൾ സൊസൈറ്റിയിൽ എത്തിയപ്പോൾ പാൽ കൊടുക്കുന്നതിനിടയിൽ ഒരാളുടെ ബഹളം വല്ലാതെ പ്രശ്നമുണ്ടാക്കിയിരുന്ന അയാൾ ഒരാളുടെ മുഖത്തിനു മറുകിലായിരുന്നു. അവളുടെ കണ്ണുകൾ അയാളെ തിരഞ്ഞു. പെട്ടെന്നാണ് അയാൾ മരതകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ആരായിരിക്കും അയാൾ? എന്തിനായിരിക്കും മരതകത്തെ അയാൾ പിന്തുടർന്നത് എന്നറിയാൻ നാളെയും നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ. വിധിയുടെ വിളയാട്ടം ഭാഗം 3. അപ്പോൾ നാളെ കാണാമേ കൂട്ടുകാരെ. എല്ലാവരും ഈ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.